നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ വിദഗ്ധയും എഴുത്തുകാരി അരുന്ധതി റോയിയുടെ അമ്മയുമായ മേരി റോയിയെക്കുറിച്ചാണ് ഈ വീഡിയോ. ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമത്തിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് അവർ ശ്രദ്ധേയാകുന്നത്. തിരുവിതാംകൂറിലെ പ്രഗത്ഭ എഞ്ചിനീയറായിരുന്ന റാവു സാഹിബ് റവറൻ ജോൺ കുര്യൻ്റെ മകൾ സൂസിയുടെയും അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇമ്പീരിയൽ എൻഡമോളജിസ്റ്റായ PV ഐസക്കിൻ്റെയും ഇളയ മകളായി കോട്ടയം ഐമനത്ത് 1933 നവംബർ 7-നാണ് മേരി റോയ് ജനിച്ചത്. മുത്തച്ഛൻ ജോൺ കുര്യൻ കോട്ടയത്തെ ആദ്യത്തെ സ്കൂളുകളിലൊന്നായ ഐമന സ്കൂളിൻ്റെ സ്ഥാപകനായിരുന്നു. പിൽക്കാലത്ത് അത് റവറൻ റാവു ബഹാദൂർ ജോൺ കുര്യൻ സ്കൂൾ എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് ആ സ്കൂള് പ്രവർത്തനം നിലച്ചുപോയി. 4 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു മേരി. മേരിക്ക് 4 വയസ്സുള്ളപ്പോൾ വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ് കൃഷി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനായി നിയമിതനായ അച്ഛനുമൊത്ത് കുടുംബം 1937 ഐമനത്ത് നിന്ന് ഡൽഹിയിലെത്തി. അവിടെ ജീസസ് മേരി കോൺവെൻറ്റിലും കുറച്ചുകാലം മദ്രാസിലെ ഒരു ബോർഡിംഗ് സ്കൂളിലും മേരി പഠിച്ചു. പെൻഷനായി ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അച്ഛൻ ഊട്ടിയിൽ ഒരു വീട് വാങ്ങി. തുടർന്ന് മേരി പഠിച്ചത് ഊട്ടിയിലെ നസ്രത്ത് കോൺവെൻറ്റിലാണ്. മദ്രാസിലെ ക്വീൻ മേരി കോളേജിൽ നിന്നും ബിരുദമെടുത്തതിന് ശേഷം വിധവയായില്ലെങ്കിലും വിധവയെപ്പോലെ കഴിയുന്ന അമ്മയുടെ ഒപ്പം ഒരു വർഷം ഒന്നും ചെയ്യാതെ മേരി കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും മേരിയുടെ മൂത്ത ജ്യേഷ്ഠൻ ജോർജ് കൽക്കത്തയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. പിന്നീട് മേരി ജ്യേഷ്ഠ സഹോദരൻ്റെ അടുത്തേക്ക് കൽക്കത്തയിലേക്ക് പോയി. അവിടെ വെച്ച് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ചു. കൽക്കത്തയിലെ മെറ്റൽ ബോക്സ് എന്ന കമ്പനിയിൽ സെക്രട്ടറിയായി ജോലിയിൽ പ്രവേശിച്ചു. കുടുംബകഥകളെ നോക്കാം. കൽക്കത്തയിൽ വെച്ചാണ് മേരി രാജീവ് റോയിയെ പരിചയപ്പെടുന്നത്. ഒരു ചണമില്ലിലെ ഉയർന്ന ഉദ്യോഗം, ധാരാളം പണം. അദ്ദേഹം തന്നെ വിവാഹം കഴിക്കുമോ എന്ന് മേരിയോട് ചോദിച്ചപ്പോൾ മേരിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. തൻ്റെ കുടുംബം എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു ലക്ഷ്യം. മേരി ഒരു ബംഗാളി ബ്രാഹ്മണനെ വിവാഹം കഴിക്കുന്നതിൽ കുടുംബക്കാർക്കും കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം സ്ത്രീധനം കൊടുക്കണ്ടല്ലോ എന്നുള്ളതാണ്. ചണമില്ലിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ രാജീവ് റോയി ആസാമിൽ ഒരു തേയിലത്തോട്ടത്തിൽ മാനേജരായി. അവിടുത്തെ ജീവിതം കുറേ കൂടി രാജകീയമായിരുന്നു. എന്നാൽ റോയി ഒരു ആൽക്കഹോളിക് ആയിരുന്നു എന്ന കാര്യം മേരി അറിഞ്ഞിരുന്നില്ല. മദ്യപാന സ്വഭാവം മൂലം ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അമിതമായ മദ്യപാനം മൂലം ദാമ്പത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മേരി തൻ്റെ 30-ാം വയസ്സിൽ 5 വയസ്സുള്ള ലളിത് റോയ് എന്ന മകനും 3 വയസ്സുള്ള അരുന്ധതി റോയ് എന്ന മകളുമായി സ്ഥലം വിട്ടു. ലളിതും അരുന്ധതിയുമൊത്ത് ഊട്ടിയിൽ പൂട്ടിക്കിടന്നിരുന്ന അച്ഛൻ്റെ വീട്ടിലേക്കാണ് അവർ പോയത്. 350 രൂപ ശമ്പളത്തിൽ ഒരു ജോലിയിൽ മേരി പ്രവേശിച്ചു. നിയമപോരാട്ടത്തിൻ്റെ കഥ നോക്കാം. ഊട്ടിയിലുള്ള പിതാവിൻ്റെ പൂട്ടിക്കിടന്ന കോട്ടേജിൽ മേരിയും കുട്ടികളും താമസം തുടങ്ങിയതോടെയാണ് തിരുവിതാംകൂർ സിറിയൻ ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമത്തിന് എതിരായുള്ള സുപ്രധാനമായ നിയമപോരാട്ടം ആരംഭിച്ചത്. അപ്പൻ്റെ വീട് മേരി കൈവശപ്പെടുത്തിയാലോ എന്ന് ഭയന്ന് സഹോദരൻ ജോർജ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് മേരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മേരി അതിന് തയ്യാറായില്ല. തുടർന്ന് ജോർജ് ഗുണ്ടകളുമായി എത്തി അവരെ ആ വീട്ടിൽ നിന്ന് ബലമായി ഇറക്കി വിട്ടു. ഇതേ തുടർന്നാണ് 1916 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമത്തെ ചോദ്യം ചെയ്ത് മേരി റോയ് കോടതി കയറുന്നത്. 1960കളുടെ പാതിയോടെ കീഴ്ക്കോടതിയിൽ നിന്നും ആരംഭിച്ച മേരി റോയിയുടെ നിയമപോരാട്ടം 1984 സുപ്രീം കോടതിയുടെ മുൻപിലെത്തി. 1986 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം സുപ്രീം കോടതി അസാധുവാക്കി. വിൽപ്പത്രം എഴുതാതെ മരിക്കുന്ന അപ്പൻ്റെ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമെന്ന ആ വിധിയാണ് മേരിയെ പ്രശസ്തിയാക്കിയത്. കേസ് പറഞ്ഞു കിട്ടിയ ഭൂമി തങ്ങൾക്ക് വേണ്ടെന്ന മകൻ ലളിത് റോയിയുടെയും മകൾ അരുന്ധതി റോയിയുടെയും അഭിപ്രായത്തെ തുടർന്ന് അത് സഹോദരന് തന്നെ തിരിച്ചു നൽകാൻ മേരി തയ്യാറായി.
അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി വിധി പ്രകാരം പിതൃസ്വത്തായി തനിക്ക് കോട്ടയത്തെ നാട്ടകത്ത് കിട്ടിയ ഷെയർ സഹോദരന് തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം മേരി തിരിച്ചു നൽകി. സ്വന്തം കൂടപ്പിറപ്പിനെതിരെ സുപ്രീം കോടതി വരെ പോയവൾ എന്നൊരു പേരുദോഷമുണ്ടായോ എന്നൊരു പത്രപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഞാൻ സഹോദരനെതിരെയല്ല, നീതി തേടിയാണ് കോടതിയിൽ പോയത്. അന്നത്തെ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള പോരാട്ടം സ്വത്തിനു വേണ്ടിയുള്ള വാശി അല്ലായിരുന്നു. നാം എല്ലാവരും ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷേ മക്കൾ തുല്യരാണ്. പെൺകുട്ടി രണ്ടാം കിടക്കാരിയാണെന്ന ചിന്ത മാറണം. അതിനുവേണ്ടിയുള്ള യുദ്ധം മാത്രമായിരുന്നു അത് എന്ന ഉത്തരമാണ് മേരി റോയ് ആ പത്രപ്രവർത്തകയ്ക്ക് നൽകിയത്. പൊതുജീവിതത്തിലേക്ക് നോക്കാം. മകൾ അരുന്ധതിയും മകൻ ലളിതും ഉൾപ്പെടെ 7 വിദ്യാർത്ഥികളുമായാണ് കോർപ്പസ് ക്രിസ്റ്റി സ്കൂൾ ആരംഭിക്കുന്നത്. അന്ന് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് റോട്ടറി ക്ലബിൻ്റെ കെട്ടിടത്തിലാണ്. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരെ കേസ് നടക്കുന്നതിനിടയിൽ ഊട്ടിയിലെ വീട് അമ്മയും സഹോദരങ്ങളും ചേർന്ന് മേരിക്ക് 1966 ഇഷ്ടദാനമായി നൽകിയിരുന്നു. ആ വീട് വിറ്റ് 1967 കോട്ടയത്ത് കോർപ്പസ് ക്രിസ്റ്റി ഹൈസ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. ലാറി ബെക്കറിനായിരുന്നു സ്കൂളിൻ്റെ നിർമ്മാണ ചുമതല. തുടക്കത്തിൽ മേരിയും മക്കളും ലാറി ബെക്കറുടെ മകളും ഉൾപ്പെടെ 7 പേരാണ് സ്കൂൾ നടത്തിപ്പിലുണ്ടായിരുന്നത്. സ്കൂൾ കോമ്പൗണ്ടിലെ കോട്ടേജിൽ തന്നെ താമസിച്ചായിരുന്നു അക്കാലത്ത് അവർ സ്കൂൾ കാര്യങ്ങൾ നടത്തിയിരുന്നത്. 1999 പേര് പള്ളിക്കൂടം എന്നാക്കി സ്കൂളിൻ്റെ പേര് മാറ്റി. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം എന്നർത്ഥം വരുന്ന പേരിനുള്ള പരിവേഷം സ്കൂളിന് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നീട് പേര് മാറ്റിയതെന്ന് മേരി റോയ് പറയുകയുണ്ടായി. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും രക്ഷാധികാരിയും മേരി റോയ് തന്നെയായിരുന്നു. വേറിട്ട ഒരു പഠന സംവിധാനമാണ് ആ സ്കൂളിൽ നിലനിൽക്കുന്നത്. അന്ത്യകാലത്തെ നോക്കാം. സ്ത്രീ സ്വാതന്ത്ര്യം, ദാമ്പത്യം, മതം എന്നീ വിഷയങ്ങളിൽ വേറിട്ട കാഴ്ചപ്പാടുകളാണ് മേരി റോയ്ക്കുണ്ടായിരുന്നത്. സ്കൂളിൻ്റെ കാര്യത്തിൽ പരിപൂർണ ശ്രദ്ധ വെച്ചും എന്നും വൈകുന്നേരങ്ങളിൽ ഷോർട്ട്സും ടീഷർട്ടുമൊക്കെ ഇട്ട് നടക്കാൻ പോയും നീന്തൽ കുളത്തിൽ നീന്തിയും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തും ആണ് അവസാന കാലങ്ങളിലെ ദിനചര്യകളായിട്ട് അവർ ഏറ്റെടുത്തിരുന്നത്. 2022 സെപ്റ്റംബർ 1 രാവിലെ 9:15 തൻ്റെ 89-ാം വയസ്സിൽ മേരി റോയ് അന്തരിച്ചു. പിന്നീട് വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.